പ്രിയ മിത്രങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ കഥയിലേക്ക് കടക്കാം. തട്ടക്കാട്ട് തറവാട്ടിലെ മൂത്ത പുത്രനാണ് ശേഖരമേനോൻ. വയസ്സ് 52ആയി. ഭാര്യ ലളിത. 45 വയസ്സുണ്ടവർക്ക്. കണ്ടാൽ പഴയ കാലത്തെ ബ്രാഹ്മണ സ്ത്രീകളെ പോലെ ഇരിക്കും. ഒരടക്കവും ഒതുക്കവും ഒക്കെയുള്ള അതിസുന്ദരിയായ ഒരു സ്ത്രീ. മേനോൻ ചേട്ടന് 3 ആൺമക്കളാണ്. മൂവരും വിവാഹിതർ. അവരെല്ലാവരും കുടുംബസമേതം വിദേശത്താണ്. വീട്ടിൽ മേനോൻ ചേട്ടന്റെ അമ്മയുണ്ട്. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. മേനോൻ ചേട്ടന് പലമാതിരി ബിസിനസ്സാണ്. ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മേനോൻ ചേട്ടൻ നാളെ ഡൽഹിക്ക് പോവുകയാണ്. ഇപ്രാവശ്യം ഫ്ലൈറ്റിൽ പോകണ്ട, ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. നേരത്തെ തന്നെ റിസർവേഷനൊക്കെ ബുക്ക് ചെയ്തു. പിറ്റേന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറി. മേനോൻ ചേട്ടൻ ഒരു AC കൂപ്പയാണ് എടുത്തത്. അതാകുമ്പോൾ ഡോർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആരുടെയും ശല്യമുണ്ടാവില്ലല്ലോ. 4 പേർ ഇരിക്കുന്ന കൂപ്പയിൽ മേനോൻ ചേട്ടൻ മാത്രമേ ഉള്ളൂവെന്ന് TTR പറഞ്ഞിരുന്നു. അപ്പോൾ മേനോൻ ചേട്ടന് വളരെ സന്തോഷമായി. ആരുടെയും ശല്യമില്ലാതെ തനിക്ക് ഒറ്റയ്ക്കിരുന്ന് ശകലം വെള്ളമടിക്കാമല്ലോ. അങ്ങനെ ട്രെയിൻ വിട്ടു. കുറച്ചു കഴിഞ്ഞ് TTR വന്ന് മേനോൻ ചേട്ടനോട് പറഞ്ഞു, മേനോൻ ചേട്ടാ, ഒരു കപ്പിൾസ് ഉണ്ട്, ഇവിടെ സീറ്റ് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. അവർക്ക് കിട്ടിയ കൂപ്പയിൽ ഏതോ ന്യൂ ജനറേഷൻ പിള്ളേർ കടന്ന് ബഹളം വെക്കുന്നു. മേനോന്റെ അനുവാദമൊന്നും വേണ്ടെങ്കിലും TTR അങ്ങനെ ചോദിച്ചു. പെണ്ണിനെ കണ്ട മേനോൻ ചേട്ടൻ ഓക്കെ പറഞ്ഞു. കിളി പോലുള്ള ഒരു പെണ്ണ്. കെട്ടിയവനെ കണ്ടപ്പോഴേ പെണ്ണ് മൊഞ്ചത്തിത്താത്ത ആണെന്ന് മേനോൻ ചേട്ടന് മനസ്സിലായി. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ അകത്ത് കയറി. മേനോൻ ഡോർ അടച്ചു. അവരെ രണ്ടുപേരെയും പതുക്കെ പരിചയപ്പെട്ടു. നവാസ്, ഒരു 30 വയസ്സ് കാണും. പെണ്ണ് ഡിഗ്രി കഴിഞ്ഞപ്പോൾ കെട്ടിച്ചു. ഇപ്പോഴാണെങ്കിൽ ഒരു 22 വയസ്സ് കാണും. ഇപ്പൊ നവാസിന്റെ ഉപ്പയുടെ അടുത്തേക്ക് പോവുകയാണ് രണ്ടുപേരും കൂടി ഡൽഹിക്ക്. ഉപ്പായിക്ക് അവിടെ ബിസിനസ് ഒക്കെ ഉണ്ട്. പെണ്ണിനെ മേനോൻ ചേട്ടൻ ഒന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയാണ്. നല്ല കിടിലൻ ചുണ്ടും മുന്നും ബാക്കും ഒക്കെ ആയിട്ട് മേനോൻ ചേട്ടൻ ഒന്ന് നോക്കി. നവാസ് ആണെങ്കിൽ ഒരു കറുമ്പനാണ്. കട്ട കറുമ്പൻ. കാണാനോ ഒരു ലുക്കും ഇല്ല. സംസാരിച്ചതിൽ നിന്നും അവന് നല്ല പൂത്ത കാശുണ്ടെന്ന് മനസ്സിലായി. പെൺകുട്ടിയാണെങ്കിൽ പാവപ്പെട്ട വീട്ടിലേതും. തന്റെ പഠനം മുഴുപ്പിക്കാൻ പറ്റാത്ത അവളുടെ സങ്കടം മേനോൻ ചേട്ടന് അവളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. രാത്രിയായപ്പോഴേക്കും അവര് കൂടുതൽ അടുപ്പമായി. അവൻ കുടിക്കുമെന്ന് മനസ്സിലായപ്പോൾ മേനോൻ ചേട്ടൻ ഒരു പണി ചെയ്തു. ഒരു ഫോറിൻ ബ്രാൻഡി എടുത്ത് അവന്റെ മുന്നിൽ വെച്ചു. അവന്റെ കണ്ണ് തള്ളുന്നത് കണ്ടപ്പോൾ മേനോന്റെ മനസ്സിൽ ചില പ്ലാനുകൾ തെളിഞ്ഞു വന്നു. അതിനകം പെണ്ണ് നല്ല സംസാരപ്രിയയാണെന്നും വേഗം അടുക്കുമെന്നും മേനോൻ ചേട്ടന് മനസ്സിലായി. ഒരു പെഗ് കഴിച്ചപ്പോൾ AC ഉണ്ടെങ്കിലും നവാസ് ടീഷർട്ട് ഊരി മാറ്റിയിരുന്നു. സലീന നവാസിനെ രൂക്ഷമായി ഒന്ന് നോക്കി. അപ്പോൾ നവാസ് പറഞ്ഞു, എടീ, നമ്മുടെ മേനോനങ്കിളല്ലേ, സാരമില്ലെന്നേ. കുടവേറുമൊക്കെ കാണിച്ചിരുന്നോ മനുഷ്യ? സലീന പറഞ്ഞു. സാരമില്ല മോളെ, ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളല്ലോ. വേണ്ടി വന്നാൽ ഞാനും കൂടെ അങ്ങ് ഊരിയേക്കാം. അപ്പോൾ അവനൊരു കൂട്ടാകുമല്ലോ. മേനോൻ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഷർട്ട് അഴിച്ചു വെച്ചു. സെലീന മേനോനെ നോക്കി ചുണ്ടൊന്ന് കടിച്ചു. നല്ല ആരോഗ്യമുള്ള ശരീരം. നെഞ്ചിലാണെങ്കിൽ നിറയെ രോമങ്ങൾ. ആ രോമക്കാട്ടിൽ ഒരു സ്വർണമാല അഴകു കൂട്ടിക്കിടക്കുന്നു. തന്റെ കെട്ടിയോനെ കണ്ട് സെലീനയ്ക്ക് പുച്ഛം തോന്നി. 30 വയസ്സുള്ള കെട്ടിയോനേക്കാൾ മെടുക്ക് ആ പ്രായം ചെന്ന മേനോനങ്കിളിനുണ്ടെന്ന് അവൾ മനസ്സിലോർത്തു. സെലീനയുടെ നോട്ടം കണ്ട് മേനോൻ ഉള്ളിൽ ചിരിച്ചു. നിന്നെ ശരിയാക്കി തരാമോളെ, അല്പം കഴിയട്ടെ. മേനോൻ ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. മേനോൻ സാറേ, ഒഴിച്ച് കഴിക്ക്. നവാസ് അവിടെ നിന്നുകൊണ്ട് പറയാൻ തുടങ്ങി. നവാസ് കഴിക്ക്, ഞാൻ ശകലം കഴിഞ്ഞിട്ട് കഴിക്കാം. ലേശ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ കഴിക്കാം. ഇനിയും സമയമുണ്ടല്ലോ സാറേ, പതിയെ കഴിക്കാം, നവാസ് പറഞ്ഞു. ഞാൻ കഴിക്കണോ നവാസേ? മേനോൻ ചേട്ടൻ ചോദിച്ചു. മേനോൻ ചേട്ടൻ അത് പറഞ്ഞിട്ട് സെലീനയെ ഒന്ന് നോക്കി. സെലീന വേണ്ടെന്ന മട്ടിൽ മേനോൻ ചേട്ടനെ നോക്കി തലകുലുക്കി. മേനോൻ ചിരിച്ചുകൊണ്ട് ഓക്കെ എന്ന മട്ടിലിരുന്നു. അതുകണ്ട് സെലീന വീണ്ടും മേനോനെ നോക്കി ചിരിച്ചു. നവാസ് വീണ്ടും ഒഴിച്ചടിച്ചുകൊണ്ടിരുന്നു. മേനോൻ കുപ്പിയിൽ പിടിക്കാൻ കൈനീട്ടിയപ്പോൾ സെലീന തടഞ്ഞു. ഇക്ക വല്ലപ്പോഴുമേ കുടിക്കൂ സാറേ, അല്പം കഴിച്ചോട്ടെ. സെലീന എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. അത് ചുമ്മാതാ സാറേ, ഞാൻ നല്ല കീറും. എന്നും കുടിക്കണ്ടെന്ന് പറയുന്നതാ ഇവൾ. ഇന്നെന്താടി ഒരു സ്നേഹം? നവാസ് ചോദിച്ചു. അത് പിന്നെ ഇക്ക, മേനോൻ സാർ സ്നേഹത്തോടെ തരുന്നതല്ലേ, സെലീന പറഞ്ഞു. സെലീനയുടെ സംസാരവും ചിരിയൊക്കെ കണ്ട് പെണ്ണിന് തന്നെ കൊണ്ട് ഏതാണ്ടൊക്കെ ചെയ്യിക്കണം എന്നാണ് പ്ലാൻ എന്ന് മനസ്സിലായി. കൊച്ചു കള്ളി, പെണ്ണ് കൊള്ളാമല്ലോ, മേനോൻ മനസ്സിലോർത്തു. പെണ്ണ് നല്ല അടിപൊളി ഒരു സാധനം തന്നെ.
രണ്ടുപേരും കൂടി ഇപ്പോൾ ഡൽഹിക്ക് പോകുന്നതിന്റെ കാരണം അവിടെ ഉപ്പയുടെ കടയുണ്ട്. പിന്നെ നവാസിന്റെ ഇളയ പെങ്ങളെ അവിടെയാണ് കെട്ടിച്ചിരിക്കുന്നത്. പെങ്ങളുടെ കെട്ടിയോൻ ജാസിം അവിടെ ഒരു കമ്പനിയിൽ ക്ലർക്കാണ്. കെട്ടിച്ചിട്ട് 2 വർഷമായി. പിള്ളേരൊന്നുമില്ല അവർക്ക്. അവളെയും കാണാൻ നല്ല മൊഞ്ചത്തിയാണ്. നവാസിനെ പോലെയല്ല. ഉമ്മാടെ സൗന്ദര്യമാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. നവാസിന് ഉപ്പയെ പോലെയാണ്. അവളും കൂടെ ചെല്ലാൻ പറഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ താനും കൂടെ പോകുന്നത്. അവൾ തന്നോട് ചെല്ലാൻ പറഞ്ഞതിന് വേറെയും കാരണമുണ്ട്. തന്റെ അവസ്ഥ തന്നെയാണ് അവൾക്കും. പാവം, തന്നേക്കാൾ മൊഞ്ചത്തിയാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? സെലീന ഇങ്ങനെ ഓരോന്ന് ഓർത്തിരുന്നു. മോളെന്താ ഓർത്തിരിക്കുന്നേ? ഉറങ്ങാറായോ? മേനോൻ ചേട്ടൻ ചോദിച്ചു. ഇല്ലെങ്കിലേ, ഞാൻ കിടക്കുമ്പോ കുറെ സമയമാവും, സെലീന പറഞ്ഞു. അതെ അതെ, എന്റെ പൊന്നു സാറേ, ഇവളെ കിടക്കാൻ വിളിച്ചാൽ വരില്ല. രാത്രി ഓരോന്നും കണ്ടും വായിച്ചു ഇരിക്കും. 24 മണിക്കൂറും മൊബൈലില്ല, നവാസ് പറഞ്ഞു. അതെന്താ മോളെ, നിങ്ങൾ ഒരുമിച്ചല്ലേ കിടപ്പ്? ഒരുമിച്ചൊക്കെ ആണെങ്കിലേ നേരത്തെ ചെന്നിട്ട് എന്തെടുക്കാനാ? കെട്ടിയോനെ പുച്ഛത്തോടെ നോക്കി നാണിച്ചുകൊണ്ട് സെലീന അത് പറഞ്ഞപ്പോൾ മേനോന് കാര്യങ്ങളെല്ലാം വ്യക്തമായി. നവാസിന് സെലീന പറഞ്ഞതിന്റെ ടോൺ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായതുമില്ല. അതുമല്ല, അവന്റെ നാക്ക് കുഴഞ്ഞു തുടങ്ങിയിരുന്നു. നവാസ് ചാരിക്കിടന്ന് മയങ്ങിയപ്പോൾ മേനോനും സെലീനയും കൂടെ സംസാരിച്ചിരുന്നു. നവാസ് കേൾക്കുമോന്നും സെലീനയ്ക്കൊരു പേടിയുണ്ടായിരുന്നു. ചുരുക്കത്തിൽ മേനോൻ ചേട്ടൻ മനസ്സിലാക്കിയ പോലെ തന്നെയാണ് കാര്യങ്ങൾ. നവാസ് പൊതുവെ ഒരു ഉഴപ്പനാണ്. വീട്ടിൽ കുറച്ച് സ്വത്തുണ്ട്. ഉമ്മയും വലിയുപ്പയും വലിയമ്മയുമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. ഡൽഹിയിലെ ഇളയ പെങ്ങൾക്കും തന്റെ വിധിയാണെന്ന് സെലീന പറഞ്ഞു. ഇവര് തമ്മിൽ നല്ല അടുപ്പത്തിലുമാണ്. അപ്പോൾ സെലീന വിചാരിച്ചാൽ അവളെ കൂടെ കിട്ടാൻ പാടൊന്നും കാണില്ല. അതിന് സെലീനയെ നല്ലപോലെ സൂപ്പിക്കണം. അല്ലേലും താൻ സൂപ്പിക്കും. തനിക്ക് ഡൽഹിയിൽ ഫ്ലാറ്റ് ഉള്ളത് കൊണ്ട് സൗകര്യവുമായി, മേനോൻ ചിന്തിച്ചു. അങ്ങനെ സംസാരിച്ചിരുന്ന മേനോൻ കാര്യങ്ങളെല്ലാം വ്യക്തമായി. ഇക്ക ഉറങ്ങിയോ? വല്ലതും കഴിക്കണ്ടേ? സെലീന ചോദിച്ചു. നീ കഴിച്ചു, എനിക്ക് പിന്നെ മതി, നവാസ് കുഴഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഇക്ക കഴിക്കാൻ വേണ്ടി മേനോനെങ്കിൽ നോക്കിയിരിക്കുക. മേനോൻ സാറിന് നീ കൊടുക്ക്. സാറേ, അവൾ ഇപ്പോ തരും, സാറ് കഴിച്ചോ, നവാസ് കുഴഞ്ഞ സൗണ്ടിൽ സംസാരിച്ചു. ആട്ടെ നവാസ്, ഇവള് തരുവാണെ ഞാൻ കഴിക്കാം, മേനോൻ ചോട്ടൻ ഒരു ദ്വയാർത്ഥ രീതിയിൽ പറഞ്ഞു. അത് പിന്നെ അവള് തരും, കൊടുക്കടി സാറിന്, നവാസ് കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു. അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്യാം, ഇക്ക കിടന്നോ, സെലീന ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്നാ ഒരെണ്ണം കൂടെ ഒഴിക്കടി, എന്നിട്ട് കിടക്കാം, നവാസ് പെതുക്കെ എഴുന്നേറ്റു പറഞ്ഞു. സെലീന കുപ്പിയിൽ നിന്നും ഒരു പെഗ് ഒഴിച്ചത് കണ്ട് മേനോൻ ചേട്ടൻ സെലീനയെ നോക്കി. സെലീന ചിരിച്ചുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ച് നവാസിനെ വിളിച്ച് കയ്യിൽ കൊടുത്തു. നവാസ് അതൊറ്റ വലിക്ക് കുടിച്ചു. വീണ്ടും ചാരിക്കിടന്നു. സെലീന നവാസിനെ ആ സൈഡിലെ സീറ്റിൽ കിടത്തി തിരിഞ്ഞപ്പോൾ മേനോൻ ചേട്ടൻ അവളെ പിടിച്ച് മടിയിലോട്ടിരുത്തി. അയ്യോ അങ്കിളെ വിടൂ, ആരെങ്കിലും കാണും, സെലീന പറഞ്ഞു. അപ്പോ ആരെങ്കിലും കണ്ടാലേ കുഴപ്പമുള്ളോ? മേനോൻ ചേട്ടൻ ചോദിച്ചു. ഷോ, ഒന്ന് പോയേ, ഈ അങ്കിളിന്റെ ഒരു കാര്യം. ഇവിടെ വേറെ ആരും കയറി വരില്ല, പിന്നെ ആര് കാണാൻ? മേനോൻ ചേട്ടൻ ചോദിച്ചു. ഓ, അത് ഞാനങ്ങ് മറന്നുപോയി, ചിരിച്ചുകൊണ്ട് സെലീന പറഞ്ഞു. എന്നാൽ തുടങ്ങാം. പിന്നെ അവിടെ നടന്നത് സെലീനയുടെ പരാക്രമമായിരുന്നു. കിട്ടാത്തത് കിട്ടിയപ്പോൾ അവളെല്ലാം മറന്നു. മേനോൻ ചേട്ടനും പ്രതീക്ഷിക്കാതെ കിട്ടിയ സുഖത്തിൽ അങ്ങനെ ലയിച്ചു. പാവൻ നവാസ് ഒന്നും അറിയാതെ ബോധമില്ലാതെ അപ്പോഴും ഉറങ്ങിക്കൊണ്ടിരുന്നു.